അപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് നേരത്തേക്ക് കനകൻ ഒന്ന് മാറി അനീഷായിട്ട് നിൽക്കുകയാണ്. അപ്പൊ കയ്യിലേക്ക് മാറ്റിയിട്ട് കയ്യിലും ടീഷർട്ടൊക്കെ മാറ്റിയിട്ട് പാൻസും ഷർട്ട് ഇട്ടിരിക്കുകയാണ്. അതെ, കനകൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ, ഒന്നും ചെയ്യില്ല. ഞാനപ്പോ വന്നപ്പോ തന്നെ ചോദിക്കുകയും ചെയ്തു, കനകന് ഇത്തിരി താടിയും ഇതൊക്കെ വന്ന്. ഇത് നമ്മുടെ സിനിമയുടെ ഒരു ഷൂട്ടിന് അവസാനം കുറച്ച് പാച്ച് വർക്കുകൾ ഉണ്ടായിരുന്നല്ലോ. അതെ, അപ്പൊ അതിനു മുമ്പായിട്ട് വെച്ച് താടിയായിരുന്നു. പിന്നെ ഇപ്പൊ കഥയിൽ അങ്ങനെ നമ്മുടെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ എസ് ഐ ടെസ്റ്റിന് നിൽക്കുന്നതായിട്ട്. പിന്നെ ഇപ്പൊ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഇത് മാറും. അതെ, ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഇപ്പൊ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴേ ചേട്ടനാണെങ്കിൽ പോലും ആരുടെയും പേര് ഇപ്പം മഞ്ജുന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. തങ്കം, ലീ, മുത്ത് അങ്ങനെ തന്നെ എല്ലാവരുടെയും പറയുന്നത്. ശരിക്കും ഒരു 6-7 വർഷം കൊണ്ട് നിങ്ങൾ ശരിക്കും ആ ഒരു ഫാമിലിയായി മാറി അല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ ആയിത്തീരും. നമ്മൾ അത് മീൻസ് അങ്ങനെ ഒരു എന്താ, നമ്മളെല്ലാവരും എല്ലാ മാസവും ഒരു 15 ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ. പിന്നെ മാത്രമല്ല ഇപ്പൊ കഥാപാത്രം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സാധാരണ നമ്മളൊരു പുതിയ സെറ്റിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്തൊരു അപരിചിതത്വം ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കനകൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കും അറിയാം, പ്രേക്ഷകനും അറിയാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിച്ചത് അയാൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഒരാളോട് പെരുമാറുന്ന അയാൾ അങ്ങനെ ഇതെന്തിട്ട് അയാൾക്കെന്ന് തോന്നും. അപ്പം അതുകൊണ്ട് ദാറ്റ് മീൻസ് നമുക്കും പ്രേക്ഷകന് നന്നായിട്ട് അറിയാം നമ്മുടെ കഥാപാത്രത്തിന്റെ സഞ്ചാരം എങ്ങോട്ടാണെന്നുള്ളത്. അതെ, ഇപ്പം മഞ്ജു ചേച്ചിയൊക്കെ ആയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തങ്കവും കനകനും നിങ്ങൾ റിയൽ ലൈഫിൽ ആ ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനെ തന്നെ ആയി മാറിയോ കംപ്ലീറ്റ്ലി? തീർച്ചയായിട്ടും നമ്മളങ്ങനെയാണ്. നമ്മളെപ്പോഴും ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും ചേച്ചി നല്ല കൂട്ടാണ്. അപ്പോൾ ഇപ്പം മിക്കവാറും നമ്മൾ ഇതിനകത്ത് ഇത് ഇപ്പോൾ നമ്മുടെ സ്പോട്ട് ഡബിങ് നമ്മുടെ ഇതായതുകൊണ്ടും സിംഗ് സൗണ്ട് ആയതുകൊണ്ടും പിന്നെ നമ്മൾ ഇംപ്രവൈസേഷൻ ഉള്ളതുകൊണ്ടും നമ്മൾ പറയുന്ന കഥാപാത്രങ്ങൾ, ചില സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളൊക്കെ മിക്കവാറും ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടായിരിക്കും പറയുന്നത്. കാരണം മാറി നിൽക്കുന്ന കഥാപാത്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ചില കഥകളും ചില കഥാപാത്രങ്ങളുടെ പേരൊക്കെ പറയുന്നതൊക്കെ ഞാൻ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് പറയാറുള്ളത്. ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിന്റെ പേര് തന്നെ എനിക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ നാടിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ നാട്ടുകാരുടെ, എൻ്റെ ബന്ധുക്കളുടെ പേരുകളൊക്കെ എങ്ങനെ പറയണക്കണം. ഏറ്റവും കൂടുതൽ അങ്ങനെ ഉപയോഗിച്ച പേര് ആരുടെ പേരായിരിക്കും? ജോയ്ലാൽ, ബിജു എന്നൊക്കെ പറഞ്ഞു. അത് പണ്ടേ എന്നോടൊപ്പം ഉള്ളവരാണ്, ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പേരൊക്കെ ഇങ്ങനെ അത് തന്നെ ജോയ്ലാൽ, ഹലോ ജോയ്ലാൽ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കും. അതായത് എപ്പോഴും നമ്മൾ അതിനൊരു പ്രധാന കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും നമ്മളൊരു പേര് പറയുമ്പോഴാണ് കുറച്ചുകൂടി ആധികാരികത. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചെന്ന് പറയാലും ജോലിയാൽ വിളിച്ചിരുന്നു, ഇപ്പം 100 വിളിച്ചിരുന്നു എന്ന് പറയാൻ ഉറപ്പായി 100-ന്റെ ഒരു കിട്ടിയല്ലോ, ലുക്ക് കിട്ടിയല്ലോ. അപ്പം എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റാണ് ഈ പേരുകൾ പറയുക, സ്ഥലപ്പേര് വ്യക്തമായി പറയുക, അങ്ങനെ ചേരുമ്പോൾ. എന്നെ ഒരിടത്തു നിന്ന് ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞാലും ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല എപ്പോഴും നമുക്ക്. അതെ അതെ അതെ. അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ മുത്തൊക്കെ ആണെങ്കിലും വളരെ കൊച്ചായിട്ട് നിങ്ങളുടെ കൂടെ കൂടിയ ആള് ഇപ്പോ എന്താ പറയാ അത്ര വലുതായി പഠിക്കുന്നു. അതുപോലെ ഇപ്പൊ കണ്ണനാണെങ്കിലും ഒക്കെ പിള്ളേരൊക്കെ നിങ്ങളുടെ കൂടെ അങ്ങ് ജെല്ലായി അല്ലേ? ശരിക്കും മുത്ത് വളർന്ന് മുത്തിന്റെ റിസൾട്ടും ഒക്കെ നമ്മൾ അതുപോലെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പൊ നമ്മുടെ കഥയോട് ചേർന്ന് നിൽക്കുകയാണ്. അതായത് മുത്ത് 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ സമയത്ത് നമ്മൾ പരീക്ഷയുടെ സമയം കാര്യങ്ങൾ പറയുന്നുണ്ട്. മുത്ത് പാസ്സായപ്പോൾ നമ്മളത് ആഘോഷിക്കുന്നുണ്ട്, സിറ്റ്കോമിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. മുത്തിന് ആയുർവേദം കിട്ടിയപ്പോൾ നമ്മൾ ആയുർവേദത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് അവള് ഇടയ്ക്ക് പ്രിപ്പറേഷന് പോയ സമയത്ത് അങ്ങനെ പറയുമായിരുന്നു. അതെ, ആ ഒരു കഥയുടെ കൂടെ തന്നെ ആ ഒരു ലൈഫും കൂടെ മിക്സ് ചെയ്തിട്ട്. അതെ, അപ്പൊ ഇതിനൊക്കെ ഇടയ്ക്ക് ഇപ്പൊ നമ്മുടെ അയ്യപ്പന്റെ സിനിമ വന്നു, അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഈ സിനിമയും സീരിയലും TV ഷോസും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? അതിന്റെ ഇടയ്ക്ക് ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്, പോഡ്കാസ്റ്റുകൾ, എല്ലാത്തിനും കൂടി എങ്ങനെയാണ് ഈ സമയമൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്? അതായത് നോർമലി ഞാൻ എൻ്റെ ഒരു ഏകദേശം 25 വർഷമായി നമ്മൾ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമ സീരിയൽ രംഗത്തേക്ക് വന്നിട്ട്. അതിനുമുമ്പ് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതിൽ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനലുകളിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ വന്നു തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷമാവുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാനൊരു ആദ്യത്തെ ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, മിക്കവാറും ഒരു പ്രോജക്റ്റ് മാത്രമേ ഞാൻ കമ്മിറ്റ് ചെയ്യുള്ളൂ. ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു ഒറ്റ സീരിയലായിരിക്കും. ആ സമയത്ത് വേറൊരു സീരിയൽ ചെയ്യൂല. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത കാര്യനിസാരമാണ്. കാര്യനിസാരം ഒരു 6 വർഷം പോയിരുന്നു. അപ്പോൾ കാര്യനിസാരം മാത്രമായിരുന്നു. അതിനു മുമ്പ് ഞാൻ ചെയ്ത തമിഴ് സീരിയലായിരുന്നു. കെ ബാലചന്ദ്ര സാറിൻ്റെ സീരിയൽ ഹീറോ ആയിട്ട് ചെയ്തിരുന്നു. അത് 2 വർഷം പോയി. അപ്പോൾ അത് മാത്രം. അതിനു മുമ്പ് ഒരു 2 വർഷം മേഖല എന്നൊരു സൺ ടി വിയിൽ സീരിയലുണ്ടായിരുന്നു. അതൊരു 2 വർഷം. അതിനു മുമ്പ് ഒരു 6-7 വർഷം മിന്നുകെട്ട സീരിയലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ അടുത്ത അങ്ങനെ ചാടിപ്പോയി ചെയ്യൂല, ഒരെണ്ണമായിരിക്കും ചെയ്യുന്നത്. അത് ഭാഗ്യം കൊണ്ട്
അത് ഈ പറഞ്ഞ കണക്ക് ആയിരങ്ങൾ ഇങ്ങനെ പിന്നിടും. അതെ, അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പറഞ്ഞ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനൊക്കെ ആയാലും നമ്മൾ ഒരിക്കലും മറക്കില്ല ആ ഒരു കാര്യനിസ്സാരമൊക്കെ. സ്റ്റാമ്പ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. സ്റ്റിൽ നമുക്കിപ്പോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ യൂട്യൂബിൽ സാധനം ഇട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിലും സീരിയലുകളാണെങ്കിലും ഇപ്പൊ അളിയൻസ്, കാര്യനിസ്സാരം എല്ലാം ഓൾമോസ്റ്റ് 1000 എപ്പിസോഡ് കഴിഞ്ഞു. അതൊരു വലിയ കാര്യമല്ലേ? വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും അത്. കാരണം ഞാൻ 3 സീരിയലുകൾ നമ്മൾ ചെയ്തതിൽ 3 സീരിയലും 1000 കഴിഞ്ഞാണ്. മലയാളത്തിലെ ആദ്യത്തെ 1000 എപ്പിസോഡ് സീരിയലാണ് നമ്മുടെ മിന്നുകെട്ട് ജ്ഞാനശീല സാറിൻ്റെ. അതിൽ ഞാനുണ്ടായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കാര്യനിസ്സാരം. അത് ഞാനായിരുന്നു നായകനായിട്ട് അഭിനയിച്ചത്. അത് 1000 എപ്പിസോഡ് കഴിഞ്ഞാണ്, 1100 എപ്പിസോഡ് പോയതാണ്. ഇപ്പോൾ ഇത് അളിയൻസിൽ ഹീറോ ആയിട്ട് ചെയ്യുന്നു. ഇതും ടോട്ടൽ എടുക്കാൻ 1700 എപ്പിസോഡ് ആവുന്നു. അപ്പോൾ ഇതൊരു ഇപ്പോൾ 1000 അഭിനയിച്ച് ഒരെണ്ണം 1000 കംപ്ലീറ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് 3 എണ്ണം അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യം. അതെ, എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പൊതുവെ ദൈവത്തിനോടാണോ അതോ ഒപ്പം നിന്ന സുഹൃത്തുക്കളോടാണോ അതോ സ്വന്തം സെൽഫിനോടാണോ, ആരോടാണോ അത് കൂടുതൽ തോന്നാറ്? നമ്മുടെ മാത്രം കഴിവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വിജയിക്കണം. ഇത് സംഭവിക്കുന്നതാണ്. കാരണം നമുക്ക് അതിന് ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാര്യനിസ്സാരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ഞങ്ങളൊരു 1000 ചെയ്തവരാണെന്നൊരു തോന്നൽ നമുക്കുണ്ടായെന്ന് വെച്ചോളൂ. അപ്പോഴാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് അതേ നായകനും നായികയും രചയിതാവും സംവിധായകനും കൂടി പുതിയൊരു പ്രോജക്റ്റ് വരാൻ തുടങ്ങി നമ്മൾ മറ്റൊരു ചാനലിൽ. അത് 28ാമത്തെ എപ്പിസോഡ് തീർന്നു പോയി. അപ്പോൾ ഇത് ഞങ്ങളുടെ കഴിവല്ലല്ലോ. അപ്പോൾ കഥ ഒത്തുവരണം, സാഹചര്യം ഒത്തുവരണം, ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെ കഴിവ് മാത്രമാണെങ്കിൽ എൻ്റെ ആ പ്രോജക്റ്റ് വിജയിക്കണ്ടേ? പിന്നെ അപ്പൊ കഴിവ് മാത്രമല്ല. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാ ചേട്ടൻ. അതായത് നമ്മളിപ്പോൾ പണ്ട് മുതലേ ഇപ്പോൾ സീരിയലിലൊക്കെ പല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അഭിനയങ്ങളൊക്കെ കണ്ടു വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ ഒരു നാച്ചുറൽ ആക്ടിങ് എന്നുള്ളത് നമ്മൾ വളരെ കുറച്ച് പേർക്ക് ആദ്യം മുതലേ, ഇപ്പോൾ ഒരുപാട് പേര് നാച്ചുറൽ ആക്ടിങ്ങിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലുള്ള രീതികൾ സിനിമയിൽ ഇത്രയും നാച്ചുറൽ ആവുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ ശരിക്കും അത്രയും ചേട്ടനെ യൂസ് ചെയ്യാത്ത പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സിനിമയ്ക്കല്ല, നമുക്കാണല്ലോ സിനിമ ആവശ്യം. സിനിമയ്ക്ക് നമ്മൾ ആവശ്യമൊന്നുമില്ല. നമ്മളല്ലെങ്കിൽ വേറൊരാള്, ഇപ്പം നിൽക്കുന്നവരല്ലെങ്കിൽ വേറൊരാൾ വരും അല്ലേ? ഇപ്പോൾ ഒരാൾ പോയാൽ അയാളെ ഓർത്ത് ആ ഇൻഡസ്ട്രി അവസാനിപ്പിക്കുന്നില്ലല്ലോ. നമ്മളൊരു സ്ഥാപനം പോലെ അല്ലല്ലേ. ആ കട ഇനി അയാൾ നടത്താൻ എല്ലാത്തണ്ട് ആ കട അടച്ചു പൂട്ടുന്നത് പോലെ അല്ലല്ലോ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ എപ്പോഴും ആരും മസ്റ്റൊന്നുമല്ല, എല്ലാവരും അവരവരുടെ ആവശ്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ അറിയാം, നമ്മൾ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹം ഇന്നില്ല എന്ന് കരുതി ഇൻഡസ്ട്രി ഇല്ലാതാണല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതുപോലെ പേരും പ്രശസ്തിയും എല്ലാം നേടിയ നടന്മാരും നടിമാരും നമുക്ക് മുമ്പേ പോയവരുണ്ട്. അവരില്ലെങ്കിൽ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മളില്ലെങ്കിലും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഒരു ലക്കാണ് അല്ലേ? നമ്മളെപ്പോഴും ഒരു ഭാഗ്യമാണ്, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.